എല്ലാവർക്കും നമസ്കാരം. ഷീബാസ് ബൈറ്റ്സ് ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മലബാറുകാരുടെ ഒരു അടിപൊളി ഡിഷാണ് തയ്യാറാക്കുന്നത്. ഒരു പലഹാരമാണ് ഇത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ കോമ്പിനേഷനായിട്ടുള്ള കറിയും കൂടി വരുമ്പോഴാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒറോട്ടിയും അതിന് പറ്റിയ ഒരു മട്ടൻ കറിയുമാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. ഒറോട്ടി തയ്യാറാക്കുന്നത് പുഴുക്കലരിയും പച്ചരിയും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് പൊടി കുഴച്ചും ഉണ്ടാക്കാം, അതുപോലെ തന്നെ അരച്ചെടുത്തിട്ടും ഉണ്ടാക്കാൻ പറ്റും. തേങ്ങയൊക്കെ ചേർത്ത് ചിലരുണ്ടാക്കും, ചിലർ തേങ്ങ ചേർക്കാറേ ഇല്ല. അപ്പോൾ ഞാനിതിന് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാലിലൊക്കെയാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒറോട്ടിയും മട്ടൻ കറിയും ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒറോട്ടി ഉണ്ടാക്കുന്നത് സാധാരണ മലബാർ ഏരിയയിലൊക്കെയാണ്. അവിടെ ഈ ഒറോട്ടിപ്പൊടി മിക്കവാറും വാങ്ങാനൊക്കെ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് പച്ചരിയും പുഴുക്കലരിയും കൂടി പൊടിപ്പിച്ചിട്ട് അത് വെച്ച് നമുക്ക് ഒറോട്ടി ഉണ്ടാക്കാം. ഇവിടെ ഞാനിപ്പോൾ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണെന്നൊന്ന് കാണാം. നമുക്ക് റേഷൻ കടയിലെ അരി വെച്ച് തന്നെ ഈ ഒറോട്ടി ഉണ്ടാക്കി നോക്കാം. പച്ചരിയല്ല, പുഴുക്കലരിയാണ് എടുത്തിരിക്കുന്നത്. ചാക്കരി എന്നൊക്കെ ചില സ്ഥലത്തൊക്കെ പറയാറുണ്ട് ഇതിന്. ഇത് നല്ലോണം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് നല്ല ചൂട് വെള്ളം ഒഴിച്ചിടുവാണ്. ഇത് മിനിമം ഒരു 5 മണിക്കൂറൊക്കെ ഇടണം. ഇനി രാവിലെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ചിട്ടാൽ മതി. 1 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് മൂടി വയ്ക്കാം. രാവിലെ ആയപ്പോഴേക്കും ഈ അരി നല്ലോണം കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് മിക്സി ജാറിലേക്ക് മാറ്റണം. ഇത് അരച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. തേങ്ങാപ്പാലിൽ നമ്മളിത് അരച്ചെടുക്കുന്നതുകൊണ്ട് ഈ തേങ്ങയൊന്ന് ചിരണ്ടിയിട്ട് അതിൻ്റെ പാലൊന്ന് പിഴിഞ്ഞു വയ്ക്കണം. മിനിമം അളവ് വെള്ളമേ ഇതിന് പാടുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പാലൊഴിച്ചിട്ടൊന്ന് അരച്ച് നോക്കുക. ആവശ്യമെങ്കിൽ മാത്രം വീണ്ടും വീണ്ടും ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം ഇത് നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഇപ്പം നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മൾ മുഴുവനും അരച്ചെടുത്തു. ഇനി നമുക്ക് പത്തിരിയുടെ പൊടി, അല്ലെങ്കിൽ നമ്മൾ അപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടി വേണം. ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഈ പത്തിരിപ്പൊടി നമ്മൾ കുറേശ്ശെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. ഇടിയപ്പത്തിൻ്റെ മാവിനേലും കുറച്ചുകൂടി ടൈറ്റ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ ഒറോട്ടിയുടെ മാവ് ഇരിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ പത്തിരിയുടെ പൊടി ഇതിനകത്തേക്ക് കുറേശ്ശെ ചേർത്തിട്ട് ആ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇപ്പം ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയായി. ഇനി നമുക്ക് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്ന് വെച്ചാൽ ഈ പത്തിരിപ്പൊടിയൊക്കെ വറുത്ത പൊടി ആയതുകൊണ്ട് ഇരിക്കുമ്പോൾ കുറച്ച് കുറുകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം അത് ആദ്യം ഇരുന്നപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ നല്ലവണ്ണം തന്നെ കുറച്ച് നേരം കുഴച്ചെടുക്കാം. ഇടിയപ്പത്തിനേലും കുറച്ചുകൂടി ടൈറ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ മാവിൻ്റെ ഒരു പരുവം. അപ്പോൾ അതായത് ഇതുപോലെ മാവ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒറോട്ടി ഒന്ന് പരത്തിയെടുക്കാം. ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് ഞാൻ കീറിയിട്ടിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കുറച്ച് നെയ്യോ എണ്ണയോ ഒന്ന് തടവി കൊടുക്കാം. ഇനി ചെറിയ ഉരുളകളാക്കി എടുത്തതിന് ശേഷം ഏകദേശം പൂരിയുടെയൊക്കെ വലിപ്പത്തിൽ വേണം നമ്മളിതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. ഇതുപോലെ വെച്ചിട്ട് ഉള്ളം കൈ കൊണ്ട് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. ഇത് 2-3 രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. പരത്തുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എല്ലാ ഭാഗത്തും ഒരേ തിക്നെസ് ആയിരിക്കണം. പിന്നെ വിരലിൻ്റെ പാടുകൾ വരാതിരിക്കണം. അതുകൊണ്ട് നമ്മൾ വിരലിൻ്റെ ഭാഗം വെച്ച് പരത്തരുത്. ഇതുപോലെയുള്ള തിക്നെസ്സിലാണ് പരത്തിയെടുക്കേണ്ടത്. പിന്നെ നമുക്ക് പൂരി പ്രസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പ്ലാസ്റ്റിക് കവർ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നേരത്തെ ഉരുളകളാക്കിയ പോലെ തന്നെ ചെറിയ ഉരുളകളാക്കി എടുത്തതിന് ശേഷം പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിടാം. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി ബലം പിടിക്കണ്ട, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. ഇതുപോലെ എല്ലാ മാവും നമുക്ക് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഒറോട്ടി ചുട്ടെടുക്കാനായിട്ട് ഒരു ദോശക്കല്ല് അല്ലെങ്കിൽ തവയായാലും മതി. അത് നമ്മൾ നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനകത്തേക്ക് കുറച്ച് ഓയിലോ നെയ്യോ നമുക്കൊന്ന് പുരട്ടി കൊടുക്കാം. ഇനി നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഒറോട്ടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിന് താഴേക്കാക്കി വെക്കണം. എന്നാലേ എല്ലായിടവും ഒരുപോലെ വേകുള്ളൂ. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ തന്നെ അതൊന്ന് മറിച്ചിടണം.
ഇങ്ങനെ 2-3 പ്രാവശ്യം തിരിച്ചു മറിച്ചു വിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന വലിപ്പത്തിനനുസരിച്ച് 2-3 ഒറോട്ടിയൊക്കെ ഒരേ സമയം ചുട്ടെടുക്കാം. ചിലർ വലിയ ഒറോട്ടി ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയുള്ളതാണെങ്കിൽ ഒരേ സമയത്ത് ഒരെണ്ണമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഡാർക്ക് സ്പോട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് കാണാം. അങ്ങനെയായി വരുമ്പോഴാണ് ഇതൊരു പാകമാകുന്നത്. ഒരു തുണിയോ ചട്ടകമോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല പൊങ്ങി വരും. ചിലതൊക്കെ നല്ലോണം പൊങ്ങി വരാറുണ്ട്. ഇങ്ങനെ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ നമുക്ക് എല്ലാം തന്നെ ഒന്ന് ചുട്ടെടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലിപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതുപോലെ കീറുമ്പോൾ നമുക്ക് കാണാം 2 ലെയർ പോലെയാണ്. എൻ്റെ ഉള്ളിൽ നല്ല ഹോളോ ആയിട്ട് നല്ലോണം വെന്തിട്ടുമുണ്ട്. ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു കറി റെഡിയാക്കി എടുക്കാം. മട്ടൻ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 1/2 കിലോ മട്ടൻ ഞാൻ കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പ് പാത്രത്തിലേക്ക് വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് സവാളയൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 2 സവാള നേരിയതായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് വാടി വരുന്ന സമയത്ത് കുറച്ച് കശുവണ്ടിയും കൂടി, ഏകദേശം ഒരു 100 ഗ്രാം കശുവണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. ഇതുപോലെ ക്രിസ്പി ആയിട്ട് തന്നെ വറുത്തെടുക്കണം. ഇനി അതിനകത്തേക്ക് 2 ഏലക്കയും 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നേരത്തെ നമ്മൾ സവാളയും കശുവണ്ടിയും ഒക്കെ വറുത്ത എണ്ണ ബാക്കി ഉണ്ടായിരുന്നു, അതൊഴിച്ചു കൊടുക്കാം. അതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതും കുറച്ച് ഇഞ്ചി പേസ്റ്റ് ആക്കിയതും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാട്ടിയെടുക്കാം. ഇത് വാടി വരുന്ന സമയത്ത് അതിനകത്തേക്ക് ചെറിയ ഉള്ളി 1/4 കിലോയോളം തൊലിയൊക്കെ കളഞ്ഞ് 2ആയിട്ട് പിളർന്നെടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചെറിയ ഉള്ളിയും കൂടി നല്ലോണം വഴന്ന് വരുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് 2 സവാള അരിഞ്ഞതും 2-3 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി ഇതൊന്ന് വഴറ്റിയെടുക്കണം. എല്ലാം കൂടി നല്ലോണം ഒന്ന് വഴന്നു വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ കാശ്മീരി ചില്ലിയും നല്ല മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ കൂടുതൽ വേണ്ടവർ കൂടുതൽ ചേർക്കുക. പിന്നെ ഇത് ഇപ്പോൾ അപ്പത്തിനൊക്കെ ആകുമ്പോൾ നമ്മൾ എരിവ് കുറച്ച് മതി. പിന്നെ ഇതിനകത്തേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ഗരം മസാല, പട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം കൂടി ചേർത്ത് പൊടിച്ചെടുത്തതാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലോണം ഇളക്കി പച്ചച്ചുവയൊക്കെ മാറുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. 1/2 കിലോ മട്ടനാണിത്. കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് 2 തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കണം. എല്ലാം കൂടി ഒരു 5 മിനിറ്റ് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുക്കറൊന്ന് മൂടി വെച്ച് വേവിക്കണം. കുക്കർ മൂടി വെച്ച് വേവിക്കുമ്പോൾ നമ്മൾ എപ്പോഴും സ്ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. എന്നാലേ ഉള്ളൂ മട്ടന് നല്ല ടേസ്റ്റ് കാണുള്ളൂ. അതിനകത്തുള്ള എല്ലിനകത്തെ മജ്ജയിൽ നിന്നൊക്കെയുള്ള ആ ടേസ്റ്റൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരണമെങ്കിൽ നമ്മളെപ്പോഴും സ്ലോ കുക്കിംഗ് ആണ് നല്ലത്. നിങ്ങൾ കുക്കറിലല്ലാതെ ഡയറക്റ്റ് ചട്ടിയിൽ വെച്ച് വേവിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് കുക്കർ അടച്ചതിന് ശേഷം ഇതിനകത്തുനിന്ന് ആ വിസിൽ വരാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം അങ്ങ് സിമ്മിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. അതുവരെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കും. എന്നിട്ട് സിമ്മിൽ വെച്ചിട്ട് 2 വിസിൽ കേൾക്കുമ്പോഴേക്കും ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ആവിയൊക്കെ പോയതിന് ശേഷം നമ്മൾ കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ദാ ഇതുപോലെ നല്ലോണം വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. ഇനി സവാളയും കശുവണ്ടിയും കൂടി നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ആ അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം.
2 മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം ഇതിനകത്തേക്ക് 2-3 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടിയൊക്കെ ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് കുക്കർ അടച്ചങ്ങ് വയ്ക്കുക. എന്നിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് തുറന്നാൽ മതി. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൂപ്പർ കോമ്പിനേഷനാണ് ഒറോട്ടിക്ക്. ഇത് രണ്ടും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഒറോട്ടിക്ക് നമുക്ക് മുട്ടക്കറി വയ്ക്കാൻ പറ്റും, അതുപോലെ മുരിങ്ങയിലെ മുട്ടയും കൂടി ഒരു ചാറ് വയ്ക്കാൻ പറ്റും. അങ്ങനെയൊക്കെ പല കോമ്പിനേഷൻസ് ഉണ്ട്. ഇതൊരു സൂപ്പർ കോമ്പിനേഷനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു ഒറോട്ടി പിന്നെ പല രീതിയിലും എല്ലാവരും തയ്യാറാക്കാറുണ്ട്. നമ്മൾ പൊടിച്ച പൊടി കൊണ്ടുണ്ടാക്കും, അരച്ചുണ്ടാക്കും, അതുപോലെ തേങ്ങ ചേർക്കും, ജീരകം ചേർക്കും, അതുപോലെ തേങ്ങാപ്പാൽ ചേർത്തുണ്ടാക്കും. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. അഭിപ്രായങ്ങളൊക്കെ എന്നിട്ട് അറിയിക്കാൻ മറക്കരുത്. പൊറോട്ടി നമ്മൾ ചൂടോടുകൂടി തന്നെയാണ് കഴിക്കേണ്ടത്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ സൂപ്പർ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.